പെണ്ണുങ്ങളുടെ ആസ്ഥാനത്തേക്ക് ടാസ്കിന്റെ ഇടയിൽ റോക്കി ബോൾ എറിഞ്ഞെന്നും പറഞ്ഞ് വലിയ പ്രശ്നമാണ് ഗബ്രി അവിടെ ഉണ്ടാക്കുന്നത്. എന്താണ് ഹൗസിനുള്ളിൽ നടക്കുന്നതെന്ന് അറിയാം. വലിയൊരു പൊട്ടിത്തെറിയും കോലാഹലങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഏത് നാട്ടുകാരിയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് അവൾ സ്ഥിരം ഒരു ചന്തയിലാണ് ജോലി ചെയ്തിരിക്കുന്നത്. കാര്യം അത്രയ്ക്ക് ഡിക്ഷണറിയിൽ ഇല്ലാത്ത തെറി വാക്കുകളാണ് അവൾ അവിടെ കിടന്ന് ഉപയോഗിക്കുന്നത്. ഈ ആഴ്ച ജാസ്മിൻ പുറത്താകുമെന്നൊരു സംസാരം ഞാനും കേട്ടു. മിക്കവാറും അവരുടെ വീട്ടുകാരെ ആദ്യമൊക്കെ ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കൂടെ പതിയെ ഒന്ന് പിൻവലിയാണ്. കാര്യം ജാസ്മിൻ ഈ ലവ് സ്ട്രാറ്റജി കാണിക്കുന്നത് പോട്ടെ, എല്ലാം പോട്ടെ, ഈ കുറച്ചെങ്കിലും സഭ്യമായ ഭാഷയിൽ അവൾക്ക് സംസാരിക്കാനെങ്കിലും സാധിക്കില്ലേ? അവൾ എന്ത് വൃത്തികേടുകളാണ്, സ്വന്തം മൈൻഡിലുള്ള വൃത്തികേടുകൾ പുറത്തുള്ള ആൾക്കാരോടും ഇങ്ങനെ കുത്തിവെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ടാസ്ക് ബിഗ് ബോസ് ഒരു ക്ലാസിക് ടാസ്ക് ആണ് ഇന്ന് ഹൗസ് മേറ്റ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരമിഡ് ഉണ്ടാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗെയിമാണിത്. അതായത് ഗ്ലാസസ് വെച്ചിട്ട് ഇങ്ങനെ പിരമിഡ് ഉണ്ടാക്കുക. അപ്പൊ പിരമിഡ് ഒരു ടീം ഉണ്ടാക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ടീമിലുള്ള ആർക്കെങ്കിലും ആ ബോൾ കൊണ്ട് എറിഞ്ഞിട്ട് ആ പിരമിഡിനെ ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു ടാസ്ക്. എല്ലാവരും ടീമായി തിരിച്ചിട്ട് അവർ ആ പിരമിഡ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ പിരമിഡ് നല്ല രീതിയിൽ ഇങ്ങനെ ഉയർന്നുണ്ടാക്കി വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഒരു ഗെയിമിന്റെ അവസാനം വന്ന സമയത്ത് കളിയുടെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ജാസ്മിനും അതുപോലെ തന്നെ റോക്കിയും ബസർ അടിച്ചതിന് ശേഷവും ബോൾ എറിയുവാണ്. അങ്ങനെ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് ബിഗ് ബോസ് അസാധുവാക്കുവാണ്. കാരണം ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാ പിരമിഡ്സും അതായത് ബസർ അടിച്ചതിന് ശേഷവും എറിഞ്ഞ് നശിപ്പിച്ചതും കൊണ്ട് ആ ഒരു ഗെയിം എന്ന് പറയുന്നത് അവിടെ അസാധ്യമാക്കാണ്. ഈ ജാസ്മിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കും ഒരു ടാസ്ക് പോലും നേരെ ചുവേ കളിക്കാൻ അറിയില്ല. ഇവരാണോ എന്തിനാണ് ഈ പറഞ്ഞ കാട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അപ്സരയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരവസരവും കൂടെ കൊടുക്കുന്നു. അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ ടീമായി തിരിഞ്ഞ് അവര് ബോളുകൾ എറിയാണ്, പിരമിഡ്സ് ഉണ്ടാക്കുകയാണ് ഒരു സൈഡില്. അതേസമയം റോക്കി ബായ് ആണെങ്കിൽ കൂടുതലും കാര്യം നേരത്തെ ജാസ്മിനും അതുപോലെ തന്നെ റോക്കിയും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായല്ലോ. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നുണ്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പം. അപ്പൊ ആ ഒരു ശത്രുതയിൽ വന്നിട്ട് റോക്കി ആണെന്നുണ്ടെങ്കിൽ ഈ പവർ ടീമിന്റെ മേളിലേക്കാണ് ബോളുകളെല്ലാം എറിയുന്നത്, ബാക്കി ടീമിന്റെ അടുത്ത് പോകുന്നില്ല. അപ്പൊ അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗെയിമിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഗബ്രി പറയുന്നുണ്ട്, എടാ ആണുങ്ങളുടെ ദേഹത്തോട്ട് എറിയടാ, പെണ്ണുങ്ങളുടെ ദേഹത്ത് എറിയാതെടാ. അപ്പം ഗബ്രിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് ശ്രീരേഖയും യമുനയുമാണ്. ജാസ്മിനും ഇതുപോലെ അറ്റാക്കർ ആയിട്ട് ബോൾ എറിയാൻ നിൽക്കുവാണ്. ജാസ്മിന് ബോൾ എറിയാൻ നിൽക്കുവാണേ. അപ്പൊ അങ്ങനെ ബോൾ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗബ്രി ഇത് തന്നെയാണ് പറയുന്നത്, പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യരുതാ, പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യരുതാ. ഇപ്പം ഒരു ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന 3 പേര്, അത് പെണ്ണായാലും ആണായാലും, അവരെ എറിയണം. എറിഞ്ഞ് അവര് മാറിയാൽ മാത്രമേ ആ പിരമിഡ് നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ റോക്കി ഇങ്ങനെ ട്രിഗർ ചെയ്തോണ്ടേ ഇരിക്കുവാണ് ഈ പറഞ്ഞാര് ഗബ്രി. അങ്ങനെ ആ ഒരു ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഗെയിം അവസാനിക്കുന്നു. നമ്മുടെ മല്ലയ്യയുടെ ടീം ആ ഒരു ടാസ്കിൽ വിജയിക്കുകയാണ്. അപ്പൊ ഈ വിജയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്താ പറയാ, ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഈ പറഞ്ഞ റോക്കി പോയിട്ട് ആ ഒരു പിരമിഡ് എറിഞ്ഞ് നശിപ്പിക്കുന്നുണ്ട്. അത് ഗെയിമിന് ശേഷമാണ്, അതൊരു വലിയ വിഷയമാക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഗബ്രി ആണെന്നുണ്ടെങ്കിൽ റോക്കിയുമായിട്ട് കയറി കൊരുക്കുന്നുണ്ട്, നീ ആണുങ്ങളെ എറിയടാ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നുണ്ട്, കാര്യം നീ പറഞ്ഞു, നീ എന്തിനാ അതിനകത്ത് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചിടുന്നത്, എന്താണ് പ്രശ്നം? അങ്ങനെ ഇവര് തമ്മിൽ പൊരിഞ്ഞതല്ലേ. ജാസ്മിൻ വന്നിട്ട് തനി ചന്ത ഭാഷ. ഈ ആദ്യമൊക്കെ ജാസ്മിൻ പറയുന്ന ഓരോരോ വാക്കുകൾ ഇതുപോലെ ട്രോളാക്കി അവളെ മഹാറാണി ആക്കിയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു ഭാഷയായിട്ട് മാറുക ജാസ്മിന്റെ ഭാഷ എന്ന് പറയുന്നത്. ചീത്തയൊക്കെ വിളിക്കുന്നവരുണ്ട്, ട്രിഗർ ആവുമ്പോ ചിലര് വിളിക്കും. പക്ഷെ ഇവള് വാ തുറന്ന അസഭ്യമല്ലാതെ വേറെ ഒന്നും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഇത്ര മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗബ്രി പറയുന്നുണ്ട്, നീ ആണാണോടാ, നീ ആണുങ്ങളുടെ മേത്താണോടാ എറിഞ്ഞത് എന്ന് പറഞ്ഞ് ഗബ്രി ആ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് ഗബ്രി പറയാണ്. അതായത് ഇതിനിടയ്ക്ക് ശ്രീരേഖയും യമുന റാണിയും പറയുന്നുണ്ട്, അതായത് ടാർഗറ്റ് ചെയ്തിട്ടാണ് റോക്കി എറിഞ്ഞത്. അത് ശരിയാ, ഇത് പറഞ്ഞ റോക്കി ടാർഗറ്റ് ചെയ്ത് തന്നെയാ എറിഞ്ഞത്. പക്ഷേ ഗബ്രി അതിനെ വളച്ചൊടിച്ച് എന്താക്കി, അതായത് പെണ്ണുങ്ങളുടെ ആസ്ഥാനത്തേക്ക്
ടാർഗറ്റ് ചെയ്ത് ബോൾ എറിഞ്ഞെന്ന് ആക്കി. അപ്പൊ ജാസ്മിൻ ആണെങ്കിൽ ഇതിനകത്ത് ഡിഫെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ടീമിലേ ഇല്ലായിരുന്നു. അവൾ അറ്റാക്കർ ആയിട്ട് വേറൊരു സൈഡിൽ നിന്ന് ബോൾ എറിഞ്ഞോണ്ടിരുന്ന. അവള് വന്ന് ഇതുപോലെ ഗബ്രി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ രഹസ്യ ഭാഗങ്ങളിൽ ഇതുപോലെ റോക്കി ബോൾ എറിഞ്ഞത്. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കിന് ഇവനാണെന്നുണ്ടെങ്കിൽ ഉള്ള ചീത്ത എല്ലാം വിളിക്കുവാണ് റോക്കിയെ. അങ്ങനെ ഇവർ തമ്മിൽ കയ്യാങ്കളിയായി. റോക്കി ബോളൊക്കെ എടുത്ത് എറിയുന്നുണ്ട്, നീ ആണല്ല. ഇതിനിടക്ക് നമ്മുടെ മുടിയനെ കയറി പറയുന്നുണ്ട്, കുടുവാവെ എന്നെല്ലാം വിളിച്ചിട്ട് മറ്റവനെ കളിയാക്കുന്നുണ്ട്, ഗബ്രീനെ കളിയാക്കുന്നുണ്ട്. ഇപ്പൊ ഹൗസിലെ എല്ലാ അംഗങ്ങളും ഈ പറഞ്ഞ ജാസ്മിനും ഗബ്രിക്കും എതിരെ തിരിയാണ്. കാര്യം അവര് കാണിക്കുന്ന കാര്യങ്ങൾ ഹൗസിൽ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവം നടന്ന അവസാനം ബിഗ് ബോസ് അങ്ങോട്ട് വിളിക്കാണ്, അതായത് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാണ്. കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെയും അതുപോലെ ഗബ്രിയെയും ഈ പറഞ്ഞ റോക്കിയെയും ഇവരെ മൂന്നുപേരെയാണ് കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നത്. അപ്പൊ വിളിക്കുന്ന സമയത്ത് ഗബ്രിയുടെ ആരോപണം എന്ന് പറഞ്ഞാൽ പെമ്പിള്ളാരുടെ രഹസ്യ ഭാഗങ്ങളിലേക്ക് ഇതുപോലെ ബോൾ എറിഞ്ഞു എന്നതായിരുന്നു ആ ഒരു സംസാര വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അതേസമയം ഇങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ശ്രീരേഖ ആണെങ്കിലും യമുനയാണെങ്കിലും അവർ രണ്ടുപേരാണല്ലോ ഈ പറഞ്ഞ ഗബ്രിക്കൊപ്പം നിന്നേ. അവർ രണ്ടുപേരും ഇത് പറഞ്ഞ ഗബ്രിയുടെ ആരോപണം സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാര്യം അവര് പറഞ്ഞിട്ടുണ്ട്, ശരിയാ ഗബ്രി അതുപോലെ റോക്കി ടാർഗറ്റ് ചെയ്ത് എറിഞ്ഞെന്ന് അവര് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ രഹസ്യ ഭാഗം നോക്കി എറിഞ്ഞെന്ന് അവരാരും തന്നെ പറഞ്ഞില്ല. അങ്ങനത്തെ വൃത്തികേട് പറഞ്ഞത് ജാസ്മിനാണ്. അങ്ങനെ അവസാനം കൺഫെഷൻ റൂമിൽ കയറുന്നു. അപ്പൊ പെണ്ണുങ്ങളെ യമുനയുടെയും സപ്പോർട്ട് ഇല്ല, ഇതുപോലെ ശ്രീരേഖയുടെ സപ്പോർട്ട് ഇല്ല. അപ്പൊ ഗബ്രി അവിടെ തോറ്റു പോവാണ്. അപ്പൊ ഗബ്രി ഇങ്ങനെ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, അതായത് എന്റെ രഹസ്യ ഭാഗത്തേക്ക് ഇതുപോലെ റോക്കി ബോൾ എറിഞ്ഞു, ഉന്നം വെച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. ജാസ്മിൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ജാസ്മിൻ അങ്ങനെ മോശമായ ഒരു രീതിയിൽ റോക്കി ബോൾ എറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൺഫെഷൻ റൂമിൽ ഇരുന്ന് ജാസ്മിൻ അത് പറഞ്ഞില്ല? എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരു ഗെയിമിനെ തന്നെ വളരെ വൃത്തികെട്ട രീതിയിൽ വളച്ചൊടിച്ച് എന്തിനിങ്ങനെ പ്രേക്ഷകരുടെ ജനശ്രദ്ധ നേടാൻ അവർ ശ്രമിക്കുന്നു? അവർ കാണിക്കുന്നതെല്ലാം കോപ്രായങ്ങള്. ഇങ്ങനെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഒരു ഗെയിമിനുള്ളിൽ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സെൻസില്, അതായത് ഇത്ര മോശമായിട്ടുള്ള രണ്ട് ഗെയിമേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ പുറത്ത് വിടുകയാണ്. അപ്പൊ പുറത്ത് വിടുന്ന സമയത്ത് ഗബ്രിയും ജാസ്മിനും ഇതുപോലെ ഒരു ടീമായിട്ട് പോരുന്ന് പറയുന്നുണ്ട്, ശ്രീരേഖയും യമുന റാണിയും നമ്മളെ ചതിച്ചതാണ്, അവർക്ക് വേണ്ടിയല്ലേ ഞാൻ സംസാരിച്ചത്, എന്നിട്ട് അവരെന്റെ കൂടെ നിന്നില്ല എന്നൊക്കെ പറയുന്നു. അതെങ്ങനെ കൂടെ നിൽക്കാൻ പറ്റും? ടാർഗറ്റ് ചെയ്തെറിഞ്ഞതാണെന്ന് മാത്രമേ അവര് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ടാർഗറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലോട്ട് എറിഞ്ഞെന്ന് അവര് പറഞ്ഞിട്ടില്ല. അപ്പൊ കാര്യങ്ങൾ വളച്ചെടുക്കാൻ ഗബ്രിയും മിടുക്കനാണ്. അതുപോലെ വൃത്തികേട് പറയാനും അശ്ലീല വാക്യങ്ങൾ പറയാനും ജാസ്മിനും മിടുക്കിയാണ്. അപ്പം പിന്നീട് ഞാനൊരു കാര്യം കേട്ടത്, ജാസ്മിൻ ഇങ്ങനെ ഹൗസിന് പുറത്താകുന്നു എന്നാണ്. മിക്കവാറും അവളുടെ ഫാമിലി തന്നെ ജാസ്മിന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അവർക്ക് മാനക്കേട്, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് ജാസ്മിനെ പുറത്തേക്ക് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരാഴ്ചയിൽ ജാസ്മിൻ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നോമിനേഷനിൽ ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രണ്ടിനടുത്ത് പുറത്തിറങ്ങി ഹൗസിൽ നിന്ന്. കാര്യം അമ്മാതിരി മോശം ഗെയിമാണ് രണ്ടുപേരോട് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അഭിപ്രായത്തിൽ, അതായത് ജാസ്മിനെ പുറത്തിറക്കണം അല്ലെങ്കിൽ ഗബ്രിയെ ഹൗസിൽ നിന്ന് ഔട്ട് ആക്കണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്റെ റിവ്യൂ എല്ലാ ദിവസവും കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.